മച്ചൻ ബേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പോൾ നമ്മളിന്ന് നമ്മളെ വീടിന്റെ മുറ്റത്ത് തന്നെയാണുള്ളത്. പിന്നെ വിഷുവെല്ലാകാനായി കൊന്നയെല്ലാം നിറയെ പൂത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വീടും പരിസരമെല്ലാം കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് കുറേ ആയി നമ്മളെ വ്യൂവേഴ്സ് പറയുന്നത്. പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ. അതുകൊണ്ട് നമ്മളെ വീടും പരിസരമെല്ലാം ആയിട്ട് അങ്ങനെ ഒന്ന് കുറച്ച് കാണിച്ചൊരു ചെറിയ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഒരു കൊച്ചു വീടെടുത്തിട്ട് ഏകദേശം ഒരു 12 ഈ ഏപ്രിൽ 12 വന്നു കഴിഞ്ഞാൽ 12 വർഷമായി. അപ്പോൾ നമ്മൾ 12 വർഷമായി ഈ ഒരു കൊച്ചു വീടെടുത്തിട്ട്. നിങ്ങളിവിടെ കൊച്ചു വീട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് പുറത്തുനിന്ന് കാണുമ്പോഴായിരിക്കും ഇത് വലിയ വീടാണ്. എന്നാലല്ല, ചെറിയ വീട് തന്നെയാണ്. 2 നിലയും കൂടി കൂട്ടിയിട്ട് ഏകദേശം 920 സ്ക്വയർ ഫീറ്റോളം ഏകദേശം ഉള്ളൂ. കാരണം ഫ്രണ്ടിൽ നിന്ന് കാണാൻ വലിയ വീടാണ്, പക്ഷേ ഉള്ളിൽ അത്രയേ ഇതുള്ളൂ. എന്നാലും അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നില എന്ന് പറയുന്നത് നമ്മൾ പ്രാവിന് വേണ്ടിയിട്ട് ഫാൻസി പ്രാവുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-12 വർഷത്തോളം ഫാൻസി പ്രാവുകൾ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മേലത്തെ നില നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം താമസിച്ചത് തൊട്ടപ്പുറം തറവാട് വീട്ടിലാണ്. അവിടെ അച്ഛനും അമ്മയും അനുജൻ്റെ ഭാര്യയുമാണ് അവിടെ താമസിക്കുന്നത്. അനുജൻ്റെ കല്യാണം ഇപ്പം തൊട്ടടുത്ത് കഴിഞ്ഞതാണ്. നമ്മളിപ്പം പുതിയ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യ ബിന്ദു, മോള് സാനിയ, മകൻ സനു നല്ല ഉറക്കത്തിലാണ്, വിളിച്ചില്ല. അപ്പോൾ നമ്മൾ 4 ആളാണ് ഇവിടെ താമസിക്കുന്നത്. വീടെടുക്കുമ്പോഴേ നമുക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ചെടികളും കൊന്നമരങ്ങളും ആമ്പൽക്കുളങ്ങളും ഒക്കെ നിർമ്മിക്കണമെന്ന്. അതുപോലെ തന്നെ നമ്മൾ എല്ലാം ഇപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. ചെറിയൊരു ആമ്പൽക്കുളം നിർമ്മിച്ചിട്ടുണ്ട്, അതിൽ നിറയെ പൂക്കളുണ്ട്. അതേപോലെ തന്നെ ഒരു കൊന്നമരം കാണുന്നില്ല, നിറയെ പൂത്ത് നിറഞ്ഞു നിൽക്കുന്നു. കഴിഞ്ഞ വർഷം ഇതിനെക്കാട്ടിയും കൂടുതലുണ്ടായിരുന്നു. ഈ കൊല്ലം കുറച്ച് കുറവാണ്, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കൊന്ന പൂത്ത് നിറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴുള്ള ഭയങ്കര സന്തോഷം. അതേപോലെ തന്നെ നമ്മളിവിടെ ഇരിക്കാനുള്ള സീറ്റ്, അതേപോലെ തന്നെ ഊഞ്ഞാൽ, ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല സന്തോഷത്തിലുള്ള ജീവിതമാണ് നമ്മളല്ലേ. ഇങ്ങനെ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും, ആർഭാടപരമായ ജീവിതമൊന്നും അല്ലെങ്കിലും ഉള്ളതും കൊണ്ട് നല്ല സന്തോഷത്തോടെയുള്ള ഒരു ജീവിതമാണ്. കുട്ടികളൊപ്പരം വീഡിയോ എടുത്തിട്ടും അങ്ങനെയെല്ലാമായിട്ട് ജീവിതം അടിപൊളിയായിട്ട് പോകുന്നു. ഇത് ഈ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഞാനല്ല തുടങ്ങിയത്. സനുവും ഏട്ടൻ്റെ മോൻ തേജസ്, ഇവർ 2 ആളും കൂടിയിട്ടാണ് ചാനൽ തുടങ്ങിയത്. അതിനുശേഷം ഇവർ വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് ഞാനാണ് ഓരോ വീഡിയോയിലെടുത്തിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം ഏകദേശം ഒരു 1000 സബ്സ്ക്രൈബർ ആകാനായിട്ടുണ്ട്. 932 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അടുത്ത് തന്നെ 1000 ആവുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിലുള്ള സഹകരണം വേണം. ഇതാണ് നമ്മളെ കിച്ചു. നമ്മളെ വീഡിയോയിൽ കൂടുതലായിട്ട് കോമഡിയിലും എല്ലാം കാണുന്നത് കിച്ചു ഇതാണ്. കിച്ചു എത്രാം ക്ലാസ്സിലാണ്? 2ാം ക്ലാസ്സിലല്ലേ? കിച്ചുവിനെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ തുടങ്ങിയത്. അതിനുശേഷം അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഈ ചാനൽ തന്നെ കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുള്ളത്. കിച്ചു എത്രാം ക്ലാസ്സിലാണ്? 2ാം ക്ലാസ്സിലല്ലേ? 2ാം ക്ലാസ്സിലാണ് കിച്ചു പഠിക്കുന്നത്. 3ാം ക്ലാസ്സിലേക്ക് പാസ്സാവുക. ഇത് എൻ്റെ മകള് സാനിയ. 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലേക്ക് പാസ്സാവും അല്ലേ? സാനിയൊക്കെ നല്ല വിശ്വാസമുണ്ട്. സാനി അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലും പഠിക്കും. അപ്പോൾ സനു 9ാം ക്ലാസ്സിലാണ്. ഇപ്രാവശ്യം 10ാം ക്ലാസ്സിലേക്ക് പാസ്സാവേണ്ടതാണ്. പാസ്സാവുമെന്ന് വിചാരിക്കാം അല്ലേ? പാസ്സാവില്ലേ? അപ്പോൾ സനു ഇവിടെ ഉറങ്ങി എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ മൂത്ത മോൻ സനു, ഇളയത് സാനിയ. അപ്പോൾ ഇന്നലെ കുറച്ച് വീഡിയോയിൽ എഡിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിരുന്നതാണ് ഇപ്പോൾ എണീച്ച് വന്നത്. അപ്പോൾ അവനെയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താം. എൻ്റെ പേര് തേജസ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇനി 10ലേക്കാണ്. പാസ്സാവുമെന്ന് വിചാരിക്കുക. സുഭാഷ് ഏട്ടൻ്റെ മോനാണ്. അപ്പോൾ തേജസും സനുവും എല്ലാം കൂടിയാണ് നമ്മളെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളും എല്ലാം ഇവരാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഓരോ വീഡിയോ എടുത്തിട്ട് ഇതാക്കി കൊടുക്കുന്നതുള്ളൂ, ബാക്കി കൃഷി ഇവരുടെ തലയിലാണ്. ഇവരാണ് ചെയ്യുന്നതല്ല. ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളും എല്ലാം ഇവരാണ് കംപ്ലീറ്റ് ഇവരാണ്. നമ്മൾ ഇതിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം വരും. ഇതാണ് നമ്മളെ ആമ്പലിൻ്റെ കളക്ഷൻ. ഇത് മാത്രമല്ല, കുറച്ചപ്പുറം എല്ലാം ഇടിയുണ്ട്. ഇതൊരു 3-4 വെറൈറ്റി ഇപ്പം സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം അത്രേ ആയുള്ളൂ സെറ്റാക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഏകദേശം ഒരു 5-6 മാസമേ ആയുള്ളൂ ഈ ആമ്പൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു വെറൈറ്റി കുറേ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. പിങ്ക് കളറുള്ളത് കുറേ മുമ്പേ ഉണ്ടായിട്ടുണ്ട്.
ഈ വയലറ്റും ഈ പിന്നെ ലൈറ്റ് വയലറ്റ് അതേപോലെ നിഴലാമ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറിയ സാധനം ഇതെല്ലാം ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തതാണ്. എനിക്ക് ആമ്പലിനോട് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളെ വയലിലോട്ടെല്ലാം പോകുന്ന സമയത്ത് ഒരുപാട് ആമ്പൽ പൂത്തിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അധികം വയലിലെല്ലാം ഇറങ്ങിയിട്ട് പറിക്കലുണ്ട്. ഫസ്റ്റ് വീട്ടിലേക്ക് കൊണ്ടുവരും. പക്ഷെ അന്നൊന്നും നട്ട് പിന്നെ വീട്ടിൻ്റെ വളപ്പിൽ നട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മളിപ്പാന്ന് ഈ ഒരു ഇതിൻ്റെ അകത്ത് ട്രയൽ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. നല്ല ഒരുപാട് പൂക്കൾ വിരിഞ്ഞിട്ട് ഇന്ന് പിന്നെയും കുറച്ച് കുറവാന്ന് തോന്നും. ഒരുപാട് പൂക്കൾ വിരിയലുണ്ട്. നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത ആമ്പൽക്കോളാണ്. ഫ്രിഡ്ജ് ബോക്സിൽ സെറ്റ് ചെയ്താൽ നല്ല രീതിയിൽ പൂ വിരി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. പിന്നെ നമ്മൾ കാര്യമായിട്ട് വളമൊന്നും ചെയ്തിട്ടില്ല. ചാണകടിയിൽ കുറച്ച് ചാണകവും കുറച്ച് എല്ലുപൊടിയും മാത്രം ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നട്ടതാണ്. ഇതിൻ്റെ അകത്ത് 2 തയ്യേ നട്ടിട്ടുണ്ട്. ആ പൂ വിരിഞ്ഞ് തുടങ്ങിയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ 2 പൂവുണ്ട്. ഇവിടെയെല്ലാം കുറച്ച് മൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തുള്ള നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഊഞ്ഞാൽ. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പണിസൈറ്റിൽ പോയ സമയത്ത് അപ്പോൾ അവിടെ അവർ ഒഴിവാക്കുന്നതായിരുന്നു. അപ്പോൾ പഴയതായതുകൊണ്ട് അവർ ഒഴിവാക്കുന്നത്. എന്നോട് പറഞ്ഞ് എടുത്ത് രാത്രിക്കാർക്ക് കൊടുത്തോന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാനത് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് എല്ലാം കട്ട് ചെയ്ത് മാറ്റി സെറ്റ് ചെയ്ത് ഇപ്പം സ്കൂൾ കൂട്ടിയ സമയത്ത് ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഊഞ്ഞാലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏത് സമയം നോക്കിയാലും കിച്ചും താങ്ങിയെല്ലാം ഇതിൻ്റെ മേലെ തന്നെയാണ്. ഇതാണ് നമ്മളെ ആമ്പൽക്കുളം. പിന്നെ നമ്മൾ ആ ലോക്ക്ഡൗൺ സമയത്താകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയതല്ലേ. കൊറോണ സമയത്ത് ആ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ എല്ലാവരും പുറത്തു പോകാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ അന്നേരം നമ്മൾ കുട്ടികളെല്ലാം വേണ്ടി പറഞ്ഞാൽ നമുക്കിങ്ങനെ കുളമാക്കാമെന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് കുട്ടികളാണ് എന്നെ ഇനി ഹെൽപ്പ് ചെയ്തത്. കംപ്ലീറ്റ് ഞാനിതിൻ്റെ എല്ലാ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് കുട്ടികളാണ് ഇതിൻ്റെ അകത്തേക്ക് ലാസ്റ്റ് അവസാനം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നടിക്കാനുള്ള ചളി വരെ കൊണ്ടുവന്നത് കംപ്ലീറ്റ് വയലിൽ നിന്ന് കുട്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ 90% വർക്കിനും എന്നെ സഹായിച്ചത് നമ്മളെ പിന്നെ സനു, തേജു, പിന്നെ സാനി എല്ലാവരും ഇവർ കുറേ ആൾക്കാരുണ്ട്. ഇവർ മാത്രം പേരെല്ലാവരുണ്ട്. കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ആമ്പൽക്കുളമായിട്ടുണ്ട്. ഒരുപാട് ആമ്പൽ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം പൂക്കളില്ല. പൂക്കൾ ആദ്യം വിരിയാൻ വേണ്ടി പോകുന്നത്രേ. പിന്നെ കുറച്ച് മീനുകളെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല സുഖമാണ്. പക്ഷികളെ ശബ്ദം, അതേപോലെ തന്നെ കൊന്നപ്പൂ വിരിഞ്ഞിട്ടുള്ള അതിൻ്റെ കുന്നേൻ്റെ തണൽ എപ്പോൾ ഇവിടെ നല്ല തണുപ്പായിരിക്കും. പക്ഷികളെപ്പം ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മളിപ്പം വീഡിയോ എടുക്കുമ്പോൾ നല്ലോണം ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഒരാളപ്പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്. ഫുഡ് കൊടുത്തില്ല. ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പിന്നെ നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ മുമ്പ് ഒരുപാട് പ്രാവുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നും പ്രാവുകളൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്നും ഈ പെറ്റ്സൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബേഡ്സിനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ എല്ലാം ഒച്ച കേട്ടാലേ നമുക്ക് ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ ജീവിതം. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. പെറ്റ്സ്, കുട്ടികൾ ഇതെല്ലാം ആയിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവർ ഭയങ്കര ഒച്ചയാക്കുന്നുണ്ട്. രാവിലത്തെ ഫുഡ് കൊടുത്തില്ല. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഫുഡ് കൊടുക്കാം. നമ്മൾ ഈ കൊച്ച് ഏവിയറി സെറ്റ് ചെയ്തതും നമ്മൾ ഒരുപാട് പഴയ സാധനങ്ങൾ പിന്നെ മുകളിലുള്ള പ്രാവിൻ്റെ കൂട് പൊളിക്കുന്ന സമയത്ത് ഉണ്ടായ പൈപ്പും നെറ്റും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് നമ്മൾ ഈ താഴെ ഈ ഏവിയറി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഏവിയറിയും സെറ്റ് ചെയ്തതും ഞാൻ തന്നെയാണ്. ഞാനും സനു, തേജു അങ്ങനെ നമ്മൾ 3 ആളും കൂടിയിട്ടാണ് ഈ ഏവിയറി സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലിപ്പം കുറച്ച് പിന്നെ ലവ് ബേർഡ്സ് ഒരു പേര് പിന്നെ നമ്മളെ യെല്ലോ സൈഡ് കോന്യൂർ, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഫിഞ്ചസ്, ഇത്രയും പക്ഷികളാണുള്ളത്. ഇനി കുറച്ചും കൂടി ഇടണം. ഇപ്പം ഒരു സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഇപ്പം തൽക്കാലം കുറച്ച് വെറുതെ ഉള്ളൂ. കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം വരച്ചു തന്നത് നമ്മളെ ടീമിൽ തന്നെയുള്ള ജീവ രാജേഷാണ് ഇതിനുള്ളിൽ ചിത്രങ്ങളെല്ലാം വരച്ചു തന്നിട്ടുള്ളത്.
പിന്നെ ഇവിടെ ഇരിക്കാനെല്ലാം വൈകുന്നേര സമയങ്ങളിൽ ഇരിക്കാൻ വേണ്ടി സീറ്റെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഊഞ്ഞാലിൻ്റെ കൂടെ കിട്ടിയ സീറ്റായിരുന്നു. ഞാനത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാക്കി. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. രാവിലെ തന്നെ ഞാൻ ഒരു കപ്പ് ചായ എടുത്ത് വന്നിട്ട് ഇവിടെ ഇരിക്കും. പക്ഷികളെ ശബ്ദമെല്ലാം കേട്ടിട്ട് ഇവിടെ ഇരുന്നിട്ട് ചായയെല്ലാം കുടിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ വൈകുന്നേരങ്ങളിലെല്ലാം ഇവിടെ ഇരിക്കാൻ നല്ല തണലുമാണ്, നല്ല സുഖമാണ്. ഇപ്പം കൊന്ന പൂത്തതുകൊണ്ട് ഇലകളൊന്നും ഇല്ലായിട്ടാണ് പിന്നെ ചെറിയൊരു വെയിലടിക്കുന്നത്. പിന്നെ ഇലയിലുള്ള സമയത്ത് നല്ല തണുപ്പ്. നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഉള്ളു ഭാഗം കാണാം. ഇതാണ് നേരെ സെൻട്രാള്. ചെറിയ രീതിയിൽ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള സെൻട്രാളാണ്. പിന്നെ ഇതെല്ലാം നമുക്ക് ഓരോ പരിപാടിക്കെല്ലാം ആയിട്ട് അങ്ങനെ കിട്ടിയ ട്രോഫികളും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം സാനിയക്കും സാനുവിനും എനക്കും ബിന്ദുവിനെല്ലാം കിട്ടിയ ഓരോ ട്രോഫികൾ. നമ്മൾ പണ്ടേ പ്രാവിൻ്റെ പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുക്കുന്നതുകൊണ്ട് പിന്നെ ഒരുപാട് ട്രോഫികളും മൊമെൻറ്റോസും കുറേ ഇതിലോ വെച്ചിട്ടുണ്ട്. വെക്കാൻ കഴിഞ്ഞത് മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രാള്. അത്യാവശ്യം ഈ സെൻട്രാളിന് അത്യാവശ്യം കുറച്ച് വലിപ്പമുണ്ട്. പിന്നെ അവിടെ നേരെ നമുക്ക് ഇത് ബെഡ്റൂം, സൈഡിൽ ബെഡ്റൂം, ഒറ്റൊരു സിംഗിൾ ബെഡ്റൂമാണ് താഴെ. അതേപോലെ തന്നെ കിച്ചണിൽ ബിന്ദു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, രാവിലത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ പിന്നെ കിച്ചണാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മളെ ചെറിയ ഫാമിലിക്ക് വെച്ച് അവിടെ നേരെ വർക്ക് ഏരിയയിലേക്ക്. ഇതാണ് വർക്ക് ഏരിയ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ചെടിയെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഗ്രിൽസ് എല്ലാം ഞാൻ തന്നെ ചെയ്തതാണ്. പണി പഠിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ചെയ്തതാണ് ഇതിൻ്റെ ഗ്രിൽസ് എല്ലാം. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു പിന്നെ ബാത്റൂം. ഇത്രയാണ് നമുക്ക് താഴെ ഉള്ള സൗകര്യം. പിന്നെ ബാക്കി ഇപ്പം അടുത്ത് ഏകദേശം ഒരു 4-5 വർഷമായിട്ടാണ് മുകളിലത്തെ നില എടുത്തിട്ടുള്ളത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും പിന്നെ ഒരു സെൻട്രാള്, ഒരു വരാന്ത, ഒരു ടോയ്ലറ്റ് എല്ലാം ആയിട്ട് ഒരു വർക്ക് ഏരിയ. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോൾ ഈ സ്റ്റെയർകേസ് ഇപ്പോൾ അടുത്ത് ഞാൻ ചെയ്തതാണ്. ഇത് ഞാൻ തന്നെ ചെയ്തത്. ഞാനും സനുവും തേജും കൂടി അങ്ങനെ വേസ്റ്റ് പൈപ്പെല്ലാം എടുത്തിട്ട് വെച്ചിട്ട് ചെയ്ത സ്റ്റെയർകേസാണ്. അപ്പോൾ നമുക്ക് മുകളിലോട്ടേക്ക് പോകാം. ബാക്കി പണിയൊന്നും കഴിഞ്ഞില്ല. ഇവിടെയെല്ലാം ഇനി ടൈൽസ് ഇടുന്നുണ്ട്. അത്രയും വരെ ടൈൽസ് ഇട്ടിട്ടുള്ളൂ. മുകളിലത്തത് പിന്നെ ഇങ്ങനെ റൂം ചെയ്ത് വെച്ചിരുന്നല്ലാണ്ട് കാര്യമായ വേറെ പണിയൊന്നും നടന്നിട്ടില്ല. ഇവിടെ 2 ബെഡ്റൂമാണ് ഉള്ളത്. പിന്നെ ഇത് സാനുവിൻ്റെ ബെഡ്റൂം, ഇത് സാനിയുടെ ബെഡ്റൂം. മേലത്തെ റൂം ഇത് പിന്നെ സാനിയുടെ റൂമാണ്. പിന്നെ മുകളിൽ മൊത്തം 2 ബെഡ്റൂമാണുള്ളത്. പിന്നെ ഈ 2 റൂമിൽ ഇങ്ങനെ ടൈൽസെല്ലാം ഇട്ടിരുന്നല്ലാണ്ട് വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞില്ല. നമ്മൾ ഇങ്ങനെ കുറച്ച് പൈസ കിട്ടുമ്പോൾ അങ്ങനെ കുറച്ച് ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഇതാണ് പിന്നെ നമ്മളെ തറവാട്. പിന്നെ പണ്ട് താമസിച്ച വീട്. ഇതിപ്പോൾ ഞാനെടുത്ത പുതിയ വീടിൻ്റെ മുൻവശമാണ്. അപ്പോൾ നമ്മളെ വീടും പരിസരവും ഇതെല്ലാം കാണിച്ചിട്ട്, ചുറ്റുപാടുകളെല്ലാം കാണിച്ച്, നമ്മളെ വീടിൻ്റെ ഏകദേശം കാര്യങ്ങൾ എല്ലാം കാണിച്ചിട്ടുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളോട് സഹകരിച്ച, നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും പിന്നെ ഞങ്ങളെ പ്രത്യേക നന്ദിയുണ്ട്. നമ്മൾ ഏകദേശം പിന്നെ 1000 പിന്നെ സബ്സ്ക്രൈബർ ആവാനായിട്ടുണ്ട്. ഏകദേശം അടുത്തിട്ടുണ്ട്. പിന്നെ 932 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ വാച്ച് ടൈം ഏകദേശം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പം ഇനിയും എല്ലാവരും സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകളും അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാം. ബായ്.